ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2018 ഒരു ജാപ്പനീസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ 450 ഫ്രം പാഡിംഗ്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ഡിറ്റക്റ്റീവ് ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓടുന്ന ട്രെയിനിൽ നടക്കുന്ന ഒരു കൊലപാതകം അത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ലേഡി ഡിറ്റക്റ്റീവ്. ആദ്യം മുതൽ അവസാനം വരെയും ത്രില്ലിംഗ് ആയിട്ട് സ്റ്റോറി കൊണ്ടുപോയിട്ട് ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റും തന്ന് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചെടുത്തുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഏകദേശം ഒരു 4:35 വൈകുന്നേര സമയത്ത് അസാഗിരി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറപ്പെടുകയാണ്. അതേ സമയം തന്നെ ട്രെയിനകത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ഒരു ലേഡി ഈ ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. ഹീറോയിൻ ഇപ്പോൾ തന്റെ സീറ്റിലേക്ക് പോയി ഇരിക്കുന്ന സമയത്ത് ഹീറോയിന്റെ പുറകെ തന്നെ മറ്റൊരുത്തൻ ഹീറോയിനെ ഫോളോ ചെയ്തിങ്ങനെ വരുന്നു, അവൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം അവരുടെ ചീഫിനോട് ഇങ്ങനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ 4:50 ഓറിയന്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ട്രെയിൻ വേറൊരു സ്റ്റേഷനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിനിലാണെങ്കിൽ ഒരു അമ്മമ്മയുടെ ഒപ്പം മറ്റൊരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. അവൾ ഏതായാലും നമുക്ക് ലിയ എന്ന് വിളിക്കാം. അവളാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും കൂടി ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആരാണെന്ന് വെച്ചാൽ ഒരു ഡിറ്റക്റ്റീവ് ആണ്. ഇതുവരെ അവൾ അന്വേഷിച്ച ഒരു കേസുകളിൽ പോലും തോൽവി എന്നുള്ള കാര്യം അവൾക്ക് സംഭവിച്ചിട്ടില്ല. അതുമല്ല 3 വർഷങ്ങൾക്ക് മുന്നേ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ചേർന്നിട്ടാണ് ഹീറോയിൻ ഓരോ കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 3 വർഷത്തിന് ശേഷം ഹീറോയിന്റെ ഭർത്താവിനെ അസുഖമായതുകൊണ്ട് തന്നെ ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. എന്നിട്ട് തന്റെ ഭർത്താവിനെ നല്ലതുപോലെ നോക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ ഭർത്താവ് മരിച്ചുവാണ് ചെയ്യുന്നത്. അതിനുശേഷവും നമ്മുടെ ഹീറോയിൻ പിന്നെ പോലീസ് ജോലിയിലേക്ക്, ആ ഒരു ഡിറ്റക്റ്റീവ് ജോലിയിലേക്ക് തിരിച്ചു പോയില്ല. പകരം വലിയ വലിയ MNC കമ്പനികളിലെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ ആയാലും അവൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിറ്റക്റ്റീവ് ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് തന്റെ ലൈഫ് നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകായിരുന്നു. പക്ഷെ ഇപ്പോ പലരുടെയും നിർബന്ധ പ്രകാരം പുതിയൊരു കേസ് അവൾക്ക് അന്വേഷിക്കേണ്ടി വരികയാണ്. ഇപ്പൊ ആ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസാഗിരി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രെയിനിൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അതേസമയം തന്നെ ഹീറോയിന്റെ അസിസ്റ്റന്റും അതേപോലെ തന്നെ ഒരു മുത്തശ്ശിയും ഓറിയന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു അമ്മമ്മ വേറെ ആരുമല്ല, അത് നമ്മുടെ ഹീറോയിന്റെ അമ്മായിയമ്മയാണ്, ഭർത്താവിന്റെ അമ്മ. അപ്പോൾ ഇവർ രണ്ടുപേരും വരുന്ന ആ ഒരു 2 ട്രെയിനുകൾ, അസാഗിരി എക്സ്പ്രസ്, ഓറിയന്റ് എക്സ്പ്രസ്, ഈ 2 ട്രെയിനും ഒരിടത്ത് വെച്ചിട്ട് 2 ട്രാക്കുകളിലൂടെ ഒരുമിച്ചാണ് പോകുന്നത്. ഇങ്ങനെയാണ് 3 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയിന്റെ അമ്മായിയമ്മ, ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, അവരൊറ്റയ്ക്ക് ഓറിയന്റ് എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഈ 2 ട്രെയിനുകളും ഒരുമിച്ച് പോകുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ അടുത്ത ട്രാക്കിലൂടെ തന്നെ അസാഗിരി എക്സ്പ്രസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് മുത്തശ്ശി നോക്കുമ്പോൾ ആ ഒരു ട്രെയിനകത്ത് വെച്ച് ഏതോ ഒരു ലേഡിയെ ആരോ ഒരാൾ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ആ ഒരു കാര്യം ഈ ഒരു മുത്തശ്ശി കാണുകയും ചെയ്യുന്നു. പക്ഷെ കൊലയാളിയുടെ മുഖം ആ ഒരു മുത്തശ്ശിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കണ്ട ഉടനെ തന്നെ ട്രെയിനിലെ TTRയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും, ഇവർ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ട്രെയിൻ അസാഗിരി എക്സ്പ്രസ് ഇവരെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിരുന്നു. അതുമല്ല നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും ഒരു ക്രൈം നോവലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബുക്ക് കാണുമ്പോഴത്തേക്ക് അവൻ പറയും, അത് നിങ്ങൾക്ക് തോന്നിയതല്ലായിരിക്കും, അങ്ങനെ നടക്കാനായിട്ട് ഒരു ചാൻസും ഇല്ലാന്ന് മുത്തശ്ശിയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശി നിർബന്ധമായിട്ട് പറയാണ്, ഞാൻ കണ്ടതാണ്, ഞാൻ ഒരിക്കലും നിങ്ങളോട് കള്ളം പറയല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നത് മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ ഹീറോയിൻ എന്തായാലും അത് വിശ്വസിക്കും. അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞ കാര്യം സത്യമാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുമല്ല നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അസാഗിരി എക്സ്പ്രസിലും അവരാണെങ്കിൽ ഓറിയന്റ് എക്സ്പ്രസിലും പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അതേ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ മുത്തശ്ശിയെ വിളിച്ചിട്ട് ഇതേപോലെ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് അത് കണ്ടത്, അവിടെ ആ ഒരു ട്രെയിനിൽ ഇരുന്നിട്ട് ഈ ഒരു ട്രെയിനിന്റെ ഈ ഒരു ഭാഗത്തൂടെയാണോ കണ്ടത് എന്നെല്ലാം ചോദിച്ച് കൺഫേം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡിറ്റക്റ്റീവ് ജോലിയെല്ലാം നിർത്തിവെച്ചല്ലോ. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഹീറോയിൻ ഈ ഒരു കേസ് അന്വേഷിക്കാനും തുടങ്ങി. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അവസാനം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ പേരിൽ ഒരു പ്രശ്നം വരരുത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുത്തൻ നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്ത് അവളുടെ ട്രെയിനിൽ പോകുന്നത്. അതുമല്ല നമ്മുടെ മുത്തശ്ശി പറഞ്ഞ ഒരു കാര്യം മറ്റാരും വിശ്വസിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശി പറഞ്ഞതുപോലെ ആ ഒരു ട്രെയിനിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു ബോഡി ട്രെയിനകത്ത് നിന്ന് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ ട്രെയിൻ സഞ്ചരിച്ച ആ ഒരു റൂട്ടിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആ ഒരു ബോഡി കിട്ടണം. പക്ഷെ ഒരിക്കലും കൊല ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു ശരീരം എവിടെ നിന്ന് കണ്ടെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പോലീസും ഈ ഒരു കാര്യം വിശ്വസിക്കാത്തത്. പക്ഷെ നമ്മുടെ ഹീറോയിൻ എന്തായാലും അവളുടെ അമ്മായിയമ്മയെ നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട്. എന്ത് തന്നെയാലും ആ ഒരു കൊലയാളി അസാഗിരി എക്സ്പ്രസിൽ വെച്ചിട്ട് ആ ഒരു ലേഡിയെ കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജനാലയിലൂടെ എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ അസാഗിരി എക്സ്പ്രസ് പോകുന്ന ആ ഒരു ട്രെയിൻ റൂട്ട് ഉണ്ടല്ലോ അത് കണ്ട് മനസ്സിലാക്കും. അതുപോലെ ഏത് സ്ഥലത്ത് വെച്ചാണോ ഈ അസാഗിരി എക്സ്പ്രസും ഓറിയന്റ് എക്സ്പ്രസും അടുത്തടുത്ത് വരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലായിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കില്ലർ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ എവിടെയോ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്ന് ഹീറോയിൻ മനസ്സിലാക്കി. ആ ഒരു ഫോറസ്റ്റ് ഏരിയ അടുത്തായിട്ട് തന്നെ ഒരു വലിയ പണക്കാര കുടുംബം താമസിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് സ്വന്തമായിട്ട് ഒരു വലിയ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്.
ഒരു പക്ഷേ ബോഡി അവിടെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് നമ്മുടെ ഹീറോയിൻ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലിയയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു വീട്ടില് നമ്മുടെ ലിയയുടെ സുഹൃത്തായിട്ടുള്ള ഒരു സ്ത്രീ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവള് വഴി ഈ ഒരു വീട്ടിലേക്ക് ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിയ എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു ജോലിക്കാരിയായിട്ട് ആ ഒരു വീട്ടിലേക്ക് ചെല്ലാണ്. അതുപോലെ ഈ ഒരു വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കാം. അതുപോലെ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതുമല്ല ആ ചോക്ലേറ്റ് കമ്പനിയുടെ ഫൗണ്ടർ ഉണ്ടല്ലോ, ആ ഒരു ഫൗണ്ടർ കുറെ നാളുകൾക്ക് മുന്നേ മരിച്ചുപോയി. ഇപ്പൊ ആ ഒരു ഫൗണ്ടറിന്റെ മകനാണ് ഈ ഒരു കമ്പനി എടുത്ത് നടത്തുന്നത്. നല്ല വയസ്സായിട്ടുള്ള ഒരാളാണ്, അയാളുടെ കുടുംബമാണിത്. അങ്ങനെ നമ്മുടെ ലിയ ഒരു ജോലിക്കാരിയുടെ വേഷം കെട്ടി അവിടേക്ക് ചെല്ലും. അങ്കിളുടെ മൂത്ത മകളാണ് ലിയനെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് നിന്റെ ജോലി ഇതൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന അതേ സമയത്ത് അതിനകത്തേക്ക് മറ്റൊരാൾ ഇങ്ങനെ കയറി വരുന്നു. ആരാണെന്ന് കാണിക്കുമ്പോൾ അതൊരു ഡോക്ടറാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു അങ്കിൾ ഉണ്ടല്ലോ, അയാളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുന്ന ഡോക്ടറാണ്. അതുമല്ല ആ ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ ആ ഒരു മൂത്ത പെണ്ണ് നല്ലതുപോലെ ഡോക്ടറിനോട് സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൂത്ത പെണ്ണിനെ ആ ഡോക്ടറിനെ നല്ല രീതിയിൽ ഇഷ്ടമാണ്. പക്ഷേ ഡോക്ടർ ആണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ ലിയയുടെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, പഴയ ജോലിക്കാരി, അവര് നമ്മുടെ ലിയോട് ഇങ്ങനെ പറയണേ, നീ കണ്ടോ ആ ഒരു മൂത്ത പെണ്ണ് ഡോക്ടറിനോട് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരുപാട് നാളായിട്ട് ആ ഡോക്ടറിനെ വൺ സൈഡ് ആയിട്ട് അവള് പ്രേമിക്കാണ്. പക്ഷേ ഡോക്ടർ ആണെങ്കിലോ ഇവളെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനി പക്ഷേ രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട് പ്രേമിക്കാൻ തുടങ്ങിയാലും ഇവിടുത്തെ ആ ഒരു ഓണറല്ലേ, ഇവരുടെ എല്ലാ അച്ഛൻ, അയാളാണെങ്കിൽ ഈ ഒരു കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കത്തുമില്ല. കാരണം അയാൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഈ ഒരു ഫാമിലി ഒരു വല്ലാത്ത ഫാമിലിയാണ്. ഞാൻ തന്നെ എപ്പോഴാണ് ഇവിടെ നിന്ന് ജോലി വിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് നീ കറക്റ്റ് സമയത്ത് വന്നത്, വളരെ താങ്ക്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു ജോലിക്കാരിയാണെങ്കിലും രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലീ ആണെങ്കിലും ഒരു ജോലിക്കാരിയെ പോലെ തന്നെ നല്ലതുപോലെ എല്ലാവരെയും, ആ ഒരു അങ്കിളിനെയും മൂത്ത പെണ്ണ് ഡോക്ടർ, ഇവരെല്ലാവരെയും ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇവിടെ ഇഷ്ടപ്പെടുകയും ചെയ്യാണ്. അതുമല്ലാതെ നമ്മുടെ ലീ എവിടേക്ക് വന്നതിന് കാരണം എന്താണ്, ആ ഒരു ബോഡി ഈ ഒരു സ്ഥലത്ത് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവളാണെങ്കിലും ഈ ഒരു വീടിന്റെ ചുറ്റുമുള്ള ആ ഒരു കാടുണ്ടല്ലോ, അതിനടുത്തെല്ലാം ഇങ്ങനെ പോയി നോക്കുന്നു. കാരണം ഈ ഒരു കാട്ടിലൂടെയാണ് അസാഗ്രി എക്സ്പ്രസ് പോകുന്ന ആ ഒരു ട്രാക്ക് ഉള്ളത്. അങ്ങനെ ആ ഒരു റെയിൽവേ ട്രാക്കിന്റെ അടുത്തായിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടോ ഇല്ലെന്ന് അന്വേഷിക്കാൻ വേണ്ടി അവൾ അവിടെ ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും ലേഡീസ് യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൗസ് അവൾക്ക് ഇങ്ങനെ കിട്ടാണ്. പക്ഷെ ഒരു കൈയുടെ ഗ്ലൗസ് മാത്രമാണ് കിട്ടുന്നത്. അതുമല്ല ആ ഒരു ഗ്ലൗസിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മുടിയും കിട്ടുന്നുണ്ട്, എന്തോ ഒരു മൃഗത്തിന്റെ. ഒരു പക്ഷെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പെണ്ണിന്റെ ഗ്ലൗസ് ആയിരിക്കും അത് എന്നുള്ള സംശയത്തില് അവള് ആ ഒരു ഗ്ലൗസ് എടുത്ത് കയ്യിൽ വെച്ച് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ഒരുത്ത ഒരു കോടാലിയും കൊണ്ട് അവളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. കാണുമ്പോൾ തന്നെ അവൾ പേടിച്ചു പോകും. അപ്പോഴേക്കാണ് അവൻ പറയുന്നത്, ഹേയ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ വീട്ടിലെ പുതിയ ജോലിക്കാരിയല്ലേ, ഞാനും ഈ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് വിറക് വെട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നതാണ്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടാന്ന് അവനിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിയക്കാണെങ്കിൽ ഇത്തിരി ആശ്വാസമാകുന്നത്. ശരി, എന്തായാലും അവനെ പറഞ്ഞു വിട്ടിട്ട് അവള് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പൊ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതുകൊണ്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചീഫിന് അത് വലിയ രീതിയിൽ ഇഷ്ടമല്ല. എന്നിരുന്നാലും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് പേര് ആ ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അവരാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരന്വേഷിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹീറോയിൻ സംശയിച്ചല്ലോ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലായിരിക്കും ആ ഒരു പെണ്ണിന്റെ ശരീരം കൊണ്ട് ഇട്ടിട്ടുള്ളതെന്ന്. അതുമല്ല അവിടെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയയിൽ ആ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ആ ഒരു അങ്കിളിന്റെ വീട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഒരു അങ്കിളിന്റെ ഫാമിലിയിലുള്ള ആരോ ഒരാളായിരിക്കും കൊലയാളി എന്ന് നമ്മുടെ ഹീറോയും വിശ്വസിക്കുന്നു. ഇതിപ്പോ ഉറപ്പുവരുത്തുന്നുള്ള രീതിയിൽ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും ഒരു പെണ്ണ് യൂസ് ചെയ്യുന്ന ഗ്ലൗസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബോഡി ആ ഒരു പരിസരത്ത് എവിടെയോ ഉണ്ടായിരിക്കണം. ശരി, അതിനു മുന്നേ അങ്കിളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് അവരെ പറ്റി എന്നോട് പറയ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ രണ്ട് പോലീസുകാരും അതിനെ പറ്റി ഇങ്ങനെ പറയാണ്. ആ ഒരു ഫാമിലിയിൽ എല്ലാം നോക്കി നടത്തുന്നതും ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതെല്ലാം ആ ഒരു അങ്കിളാണ്. അയാൾക്കാണെങ്കിൽ വലിയ ഇതിന് നടക്കാനൊന്നും കഴിയത്തില്ല, വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അങ്കിളുടെ മൂത്ത പയ്യൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ചൈനയിലുള്ള ഇവരുടെ കമ്പനിയിൽ ചെയർമാൻ ആയിരുന്നു. അതുമല്ലാതെ ചൈനയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ആ ഒരു മൂത്ത മകൻ ചൈനയിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തിരുന്നു. ഇത്ര നാളായിട്ട് അവൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ഇവർക്ക് ഇപ്പോഴും വ്യക്തമല്ല. അത് കഴിഞ്ഞ അങ്കിളിന്റെ രണ്ടാമത്തെ മകൻ അവൻ ഇപ്പോൾ ഒരു പെയിന്ററാണ്. ഈ അങ്കിളിന് മൊത്തമായിട്ട് 6 മക്കളാണ്, അതിൽ 4 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പയ്യൻ അവനാണെങ്കിൽ ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. നാലാമത്തെ പയ്യനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല, കാരണം അവൻ ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ചുറ്റി നടക്കാണ്. അതുമല്ലാതെ അവൻ വെറുതെ ഇരിക്കോ, ഒരുപാട് പെണ്ണുങ്ങളെ ഉപദ്രവിച്ചെന്നുള്ള രീതിയിൽ ഒരുപാട് കേസുകളും അവന്റെ പേരിലുണ്ട്. ഇനിയുള്ളത് 2 പെണ്ണുങ്ങളാണ്. അതിൽ രണ്ടാമത്തെ മകള് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വയ്യാണ്ട് കിടന്ന് മരിച്ചു പോവുകയാണ് ചെയ്തത്. അതുമല്ല രണ്ടാമത്തെ മകളുടെ ഭർത്താവാണെങ്കിൽ ഇവരുടെ കമ്പനിയിൽ ഇപ്പോഴും മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അതുമല്ലാതെ ഇവർക്ക് 8 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഇനി അവസാനമായിട്ടും അങ്കിളിന്റെ മൂത്ത മകള്, ഇവളെയാണ് ഈ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം കണ്ടത്. അതുമല്ലാതെ നേരത്തെ കണ്ട ആ ഒരു ജോലിക്കാരനല്ലോ കോടാലിയും കൊണ്ട് നമ്മുടെ ലിയനെ പേടിപ്പിക്കാൻ ചെന്ന ആ ഒരു ജോലിക്കാരന് ഒരുപാട് വർഷമായിട്ട് ഈ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു വീടിന്റെ ലിസ്റ്റ്, ഇവിടെയുള്ള ആളുകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഹീറോയിൻ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്കിളുടെ മൂത്ത മകൻ ചൈനയിൽ വെച്ച് മരിച്ചുപോയല്ലോ, അവൻ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളതാണ്. അപ്പൊ ഇതിനുള്ള കാരണം എന്താണെന്ന് പോലീസുകാർക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ ഹീറോയിൻ പറയും, അതിന്റെ കാരണം എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ എന്ന് അവൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ പറയും, ശരി അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ഞങ്ങൾ എന്തായാലും പറയാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതും. അതേസമയം ഇവിടെ അങ്കിളുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അങ്കിളുടെ രണ്ടാമത്തെ മകൻ ഈ ഒരു വീടിനകത്തേക്ക് വന്നിട്ട് എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് നമ്മുടെ ലിയനെ എല്ലാം കണ്ട് പരിചയപ്പെട്ട്
അങ്കിളുടെ രണ്ടാമത്തെ മകൾക്കും ആ ഒരു മാനേജറിനും 8 വയസ്സുള്ള ഒരു മകനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു പയ്യൻ ഇപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതുമല്ലാതെ കൂടെ ആണെങ്കിൽ അവന്റെ ഒരു ഫ്രണ്ട് ഒരു ചൈനീസ് പയ്യനാണ്. ആ ഒരു പയ്യനെ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചെറിയ പയ്യന്റെ ഫ്രണ്ട് ഒരു ചൈനക്കാരനാണെന്ന് അറിയുന്നതും രണ്ടാമത്തെ മകന്റെ മുഖം എല്ലാം ഇങ്ങനെ മാറുന്നു. ഒരുപക്ഷെ അവന്റെ ചേട്ടൻ ചൈനയിൽ വെച്ച് മരിച്ചതുകൊണ്ട് ആ ഒരു കാര്യം ഓർത്തിട്ടാണോ ഇല്ലയെന്ന് അറിയത്തില്ല. അവൻ എന്തായാലും മുഖം നല്ല ഇതിലും മാറുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാട് മുഴുവൻ ചുറ്റി നടന്നിട്ട് അവസാനം വീടിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് വീടിന്റെ ഔട്ട് ഹൗസിൽ ആ 2 ചെറിയ കുട്ടികളുണ്ടല്ലോ, അവര് രണ്ടുപേരും വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പയ്യൻ പറയും, എന്റെ സുഹൃത്തിന് ഇതേ ഈ ഒരു റൂമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കാണിച്ചു കൊടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ റൂം തുറക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ലീ ആണെങ്കിലും ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ നിന്നിട്ട് പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും വെളിയിൽ നിന്നിട്ട് ഒരുപാട് നേരം ഡോറിൽ ഇങ്ങനെ തട്ടി വിളിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നിന്ന് ഇവിടുത്തെ 4ാമത്തെ ഒരു പയ്യനുണ്ടല്ലോ, അവൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഒരുപാട് നേരമായിട്ട് ഞാൻ അകത്തിരിക്കുന്നു, എന്നെ അതിനകത്തിരിക്കാൻ സമ്മതിക്കത്തില്ല, പോ അകത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഈ 2 കുട്ടികളും അകത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നു. അങ്ങനെ നമ്മുടെ അസിസ്റ്റന്റ് ലീ ആണെങ്കിലും പതിയെ അതിനകത്തേക്ക് ചെന്ന് അവിടെ ഇല്ല ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ശവ കല്ലറ പോലെ ഈ കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ശവ പെട്ടി ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഓടിച്ചെന്ന് അത് തള്ളി തുറക്കുന്നതും ഇവിടെയാണ് ഒരു 1.5 ടേസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ആഹാ, ഇവർ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു ശരീരം ഉണ്ടല്ലോ ലേഡിയുടെ, ആ ഒരു ശരീരം ഇതിനകത്ത് കിടക്കുന്നു. അതുപോലെ ഇപ്പൊ ഇറങ്ങിപ്പോയ ആ 4ാമത്തെ മകനുണ്ടല്ലോ, അവനാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെ ഉപദ്രവിച്ചെന്നും പറഞ്ഞിട്ട് ഒരുപാട് കേസുകളും ഉണ്ട്. അങ്ങനെ നമ്മുടെ ലിയ പോലീസിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയുന്നതും പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വീട്ടിലെ എല്ലാവരും വന്ന് അവിടെ കിടക്കുന്ന ആ ഒരു ശരീരം കാണുമ്പോഴത്തേക്കും ഈ ഒരു പെണ്ണ് ആരാണെന്ന് ഒരു വീട്ടിലുള്ള ആർക്കും അറിയത്തില്ല. അപ്പൊ മരിച്ചുപോയ ആ ഒരു പെണ്ണിനെ എന്തായാലും നമുക്കിനി സാറാന്ന് വിളിക്കാം. അതുപോലെ നമ്മുടെ ലീ ആണെങ്കിൽ കാടിനുള്ളിൽ നിന്ന് ഒരു ഗ്ലൗസ് കണ്ടുപിടിച്ചിരുന്നല്ലോ, ആ ഒരു ഗ്ലൗസ് എന്തായാലും സാറാന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണിന്റെ ആയിരിക്കണം. കാരണം അവളുടെ മറ്റേ കയ്യിൽ അതേപോലെ ഒരു ഗ്ലൗസ് ഉണ്ട്, ഒരു കയ്യിലാണെങ്കിൽ ഗ്ലൗസും ഇല്ല. സാറ ഇട്ടിരിക്കുന്ന ഒരു കോട്ടുണ്ട്, ആ ഒരു കോട്ടില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൃഗങ്ങളുടെ ആ ഒരു മുടിയുണ്ട്. ഈ ഒരു മുടിയാണ് ലിയക്ക് കിട്ടിയ ആ ഒരു ഗ്ലൗസിലും ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോലീസുകാർ ഇവിടേക്ക് വന്നിട്ട് നമ്മുടെ ലിയ മനസ്സിലാക്കിയ ആ ഒരു കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി അങ്കിളിന്റെ ഫാമിലിയോട് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോഴാണ് അങ്കിളിന്റെ മൂത്ത മകളുണ്ടല്ലോ, അവൾ ഇവർക്കൊരു ഷോ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാല് മരിച്ചുപോയ ആ ഒരു പെണ്ണ് ആരാണെന്ന് ഇവർക്ക് അറിയത്തില്ല എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ അവൾ വന്നിട്ട് പറയും അവളൊരു ചൈനീസ് കാരിയായിരിക്കും എന്നെനിക്കൊരു സംശയമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബന്ധമില്ലാതെ ഇവളൊരു കാര്യം പറയുമ്പോഴത്തേക്കും എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് അവൾക്ക് പോലും അറിയത്തില്ല. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും അവളൊരു ചൈനീസ് കാരിയായിരിക്കും എന്ന് മാത്രമാണ് ആ ഒരു മൂത്ത പെണ്ണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ലിയ നേരെ വന്നിട്ട് ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും അങ്കിളിന്റെ മൂത്ത മകനാണെങ്കിൽ ചൈനയിൽ വെച്ചിട്ടല്ലേ മരിച്ചുപോയത്, അവൻ എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും അറിയത്തില്ല. അതുമല്ല ഇപ്പോൾ മരിച്ചുപോയ സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഒരു ചൈനക്കാരിയാണെന്ന് ആ ഒരു മൂത്ത പെണ്ണ് പറയുകയും ചെയ്തു. ഒരുപക്ഷെ മൂത്ത പയ്യന്റെ ആ ഒരു മരണത്തിനും ഇപ്പൊ സാറ എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണിന്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ആരാണ് മരിച്ചുപോയ ആ ഒരു പെണ്ണ് എന്ന് നമ്മുടെ ഹീറോയിൻ തല പുകഞ്ഞിങ്ങനെ ആലോചിക്കുന്നത്. നമ്മുടെ ഹീറോയിനോടൊപ്പം വർക്ക് ചെയ്യുന്ന ആ ഒരു പോലീസുകാരനല്ലോ, അവൻ ഈ ഒരു കാട്ടിൽ വന്ന് ചുറ്റി നടന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവന്റെ ഒരു കാര്യം മനസ്സിലാവുന്നത്. എന്തായാലും ആ ഒരു കില്ലർ ട്രെയിനിൽ നിന്ന് ശരീരം ഇവിടേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ കാടിനുള്ളിലേക്ക് വന്ന് ഇവിടെ നിന്ന് ആ ഒരു ശരീരം വലിച്ചെടുത്ത് ഔട്ട് ഹൗസിനുള്ളിലെ ആ ഒരു കല്ലറയിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു. എന്തായാലും ഒരു സ്ത്രീയെ കൊണ്ട് ഇത് എന്തായാലും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാണ് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് അവന് ഉറപ്പായി. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ വീട്ടിലെ മൂത്തവണ്ണാണെങ്കിൽ മരിച്ചു പോയിട്ട് ചൈനക്കാരിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇതുവരെയും കാണാത്ത ഒരാളെ പറ്റി ഇത്ര സ്ട്രോങ് ആയിട്ട് അയാൾ ഒരു ചൈനക്കാരിയാണെന്ന് പറയാനായിട്ട് ഈ മൂത്തവണ്ണിന് എങ്ങനെ കഴിഞ്ഞു, അതെങ്ങനെ അറിഞ്ഞു എന്ന് പോലീസുകാർ അവളോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അങ്ങനെയാണെങ്കിൽ നിനക്കറിയാവുന്ന എന്തോ ഒരു കാര്യമുണ്ട്, ഇതിന് പുറകിൽ മറ്റെന്തോ ഉണ്ട്, അതെന്താണെന്ന് ഞങ്ങളോട് പറയണമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് മൂത്ത പെണ്ണ് അവളുടെ കാമുകനായിട്ടുള്ള ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടർ ആണെങ്കിലും നിനക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയും എന്നുള്ള രീതിയിൽ തല ഇങ്ങനെ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മൂത്ത പെണ്ണ് നേരെ പോലീസിനെ ഒരു കബോർഡിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്തുള്ള ഒരു ലെറ്റർ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. ആ ഒരു ലെറ്റർ പോലീസ് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് കാണുന്നത് നമുക്കും പോലീസിന് ഒരു ട്വിസ്റ്റ്. ആ ഒരു ലെറ്റർ മൂത്ത പെണ്ണിന് അയച്ചു കൊടുത്തത് സെങ് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണാണ്. എന്താണെന്ന് വെച്ചാല് പല വർഷങ്ങൾക്ക് മുന്നേ മൂത്ത പയ്യന് ചൈനയിൽ വെച്ച് മരിച്ചുപോയല്ലോ, ആ ഒരു പയ്യനും സെങ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ അവർക്കൊരു മകനും ഉണ്ട്. അങ്ങനെ മരിച്ചുപോയതിനു ശേഷം ആ ഒരു മകനെ സെങ് തനിയാണ് വളർത്തിയിരുന്നത്. ഇത്രയും വർഷം അവൾ ഒറ്റയ്ക്ക് വളർത്തി, പക്ഷെ അതിനുശേഷം അവൾക്ക് വളർത്താനായിട്ട് പണമില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ലെറ്ററിൽ എഴുതിയിട്ട് എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, അത് നിങ്ങൾ തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് സെങ് ഏത് ഹോട്ടലിലാണോ താമസിക്കുന്നത് ആ ഒരു ഹോട്ടലിന്റെ അഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഡിസംബർ 20-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിലെ മൂത്ത പെണ്ണിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയാണ് അവൾ അയച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ലെറ്റർ ആണെങ്കിൽ 10 ദിവസങ്ങൾക്ക് മുന്നെയാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഈ ഒരു ലെറ്റർ വായിച്ചതിന് ശേഷം മൂത്ത പെണ്ണാണെങ്കിലും ഡിസംബർ 20-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് സെങ് പറഞ്ഞതുപോലെ തന്നെ അവൾ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് ചെന്നിരുന്നു. പക്ഷെ ആ ഒരു ടൈമിലാണെങ്കിൽ സെങ് അവിടെയില്ല. ഇവളാണെങ്കിലും 5 മണി വരെയും അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവളെ കാണാത്തത് കൊണ്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആരോ ഒരാള്
നിന്റെ സഹോദരന്റെ ലവർ ആണെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യമാണോ കള്ളമാണോ എന്ന് പോലും അന്വേഷിക്കാതെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് ആ ഒരു ഹോട്ടലിലേക്ക് പുറപ്പെട്ടത് അയാളെ കാണാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മൂത്ത പെണ്ണ് മറ്റൊരു ലെറ്റർ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നത്. ആ ഒരു ലെറ്റർ എന്താണെന്ന് വെച്ചാൽ ഇത് അവളുടെ സഹോദരൻ ചൈനയിൽ വെച്ച് മരിച്ച ആ ഒരു സഹോദരൻ ഉണ്ടല്ലോ, അവൻ അയച്ച ഒരു ലെറ്ററാണ്. ആ ഒരു ലെറ്ററിൽ ഇതേപോലെ ഞാൻ ചൈനയിൽ വെച്ചിട്ട് ഒരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിട്ടുണ്ട്, അവളുടെ പേര് സെങ് എന്നാണ്, ഉടനെ തന്നെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണെന്നെല്ലാം ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അതുമല്ലാതെ ആ ഒരു ലെറ്ററിനോടൊപ്പം തന്നെ ഇവളുടെ സഹോദരനും സിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും തമ്മിലെടുത്ത ഫോട്ടോയും ഇവൾക്ക് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോയിലിരുന്ന ആ ഒരു പെണ്ണിന്റെ മുഖവും ഇപ്പോൾ മരിച്ചുപോയ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ മുഖവും ഏകദേശം ഒരുപോലെ ഇരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ മരിച്ച ആ ഒരു പെണ്ണ് ചൈനക്കാരി ആയിരിക്കുമെന്ന് ഈ ഒരു മൂത്ത പെണ്ണ് പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ മൂത്ത പെണ്ണ് പറഞ്ഞ ഈ ഒരു കാര്യം ആ ഒരു സഹോദരന്റെ കാമുകിയുടെ കാര്യവും മരിച്ചുപോയ ഒരു പെണ്ണിന്റെ കാര്യമെല്ലാം നേരെ വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇപ്പൊ പുതിയൊരു കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നത്. മൂത്ത പെണ്ണ് പറഞ്ഞതുപോലെ തന്നെ മരിച്ചുപോയ ഒരു സ്ത്രീ അവളുടെ സഹോദരന്റെ കാമുകിയാണെങ്കിൽ അങ്കിളിന്റെ മൂത്ത മകന് സിംഗിന് ഒരു കുട്ടിയും ജനിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുടുംബത്തിലെ മൂത്ത സന്തതിക്കാണ് ഈ ഒരു സ്വത്തിന്റെ അവകാശം എല്ലാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അങ്കിളിന്റെ ഫാമിലിയുള്ള ആരോ ഒരാളാണ് ഈ സ്വത്തും മറ്റു കാര്യങ്ങളെല്ലാം ആ ഒരു ചെറിയ പയ്യന് കിട്ടാതിരിക്കാൻ വേണ്ടി മൂത്ത പയ്യന് ഈ ഒരു കുട്ടി ജനിച്ചെന്നുള്ള കാര്യം ഈ ഒരു കുടുംബത്തിലെ വേറെ ആരും അറിയാതിരിക്കാനും വേണ്ടിയിട്ട് സിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയെ ട്രെയിനിൽ വെച്ച് കൊന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും ഇവര് പറയുന്നത് വെച്ച് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു കുടുംബത്തിൽ തന്നെയുള്ള മറ്റൊരാളാണ് സെങ്കിനെ കൊന്നതെന്ന് നമുക്കും മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ലിയോയോട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്ന അതേ സമയത്ത് സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും അവർ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഈ പോലീസുകാരായിട്ട് ചേർന്ന് അവരും ഡിസ്കസ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. ആ കാട്ടിൽ നിന്നും കണ്ടുപിടിച്ച ആ ഒരു കോട്ടുണ്ടല്ലോ അതേപോലെ തന്നെ കാട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ഗ്ലൗസ്, അതിൽ നിന്ന് കിട്ടിയ ആ ഒരു മുടി, അതുമല്ല മൂത്ത പെണ്ണിനാണെങ്കിൽ സെങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയിരുന്നല്ലോ. ആ ഒരു ലെറ്റർ അനുസരിച്ച് അവൾ 2 മണിക്ക് സെങ്ങിനെ കാണാൻ പോയി. അവൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് 2 മണി മുതൽ 5 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തായിട്ട് പറഞ്ഞിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഹോട്ടലിൽ ചെന്ന് തിരക്കുമ്പോഴത്തേക്കും ഇതേപോലെ മൂത്ത പെണ്ണ് അവിടെ വന്നതും 5 മണി വരെ അവിടെ ഇരുന്നതും എല്ലാം സത്യം തന്നെയാണ്. ഇതുമല്ലാതെ ഡിസംബർ 20-ാം തീയതി 4:35 ഹസാഗിരി എക്സ്പ്രസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന അതേ സമയത്ത് സെയിം ഗ്ലൗസ് സെയിം കോട്ടെല്ലാം ഇട്ടിട്ട് ആ മരിച്ചു വന്നിട്ടല്ലോ ആ ഒരു പെണ്ണ് ആ ഒരു ട്രെയിനിലകത്തേക്ക് കയറുന്നതായിട്ട് CCTV ദൃശ്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും ഇവർക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ മരിച്ചുപോയ ഒരു പെണ്ണും സെൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും ഒന്നാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സംശയം. അപ്പോൾ സെൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ പറ്റി പോലീസിന് അറിയാവുന്ന ഒരേ ഒരു കാര്യം മൂത്ത പെണ്ണ് അവളുടെ സഹോദരൻ അയച്ചതായിട്ടുള്ള ആ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തല്ലോ. ആ ഒരു ഫോട്ടോ ആണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഫോട്ടോ വെച്ചിട്ട് മരിച്ചുപോയ ആ ഒരു പെണ്ണ് സെൻ ആണെന്ന് ഒരിക്കലും കൺഫേം ചെയ്യാനായിട്ട് പോലീസിനെ കൊണ്ട് കഴിയത്തില്ല. ആണോ അല്ലയോ എന്നുള്ളൊരു സംശയം മാത്രമാണ്. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ അമ്മയ്ക്ക് മൂത്ത പയ്യന് സെങ്ക് ചേർന്നെടുത്ത ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട്, അമ്മ നിങ്ങൾ ട്രെയിനിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ കൊന്നായിട്ട് കണ്ടല്ലോ, ആ ഒരു സ്ത്രീ ഞാൻ അയച്ച ഫോട്ടോയിലുള്ള അതേ സ്ത്രീയാണോ എന്ന് ഒന്ന് നോക്കി പറയാനായിട്ട് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു അമ്മമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ആ ഒരു സ്ത്രീയല്ല. കാരണം ട്രെയിനിൽ വെച്ചിട്ട് ആ ഒരു പെണ്ണെ കൊല്ലുന്നത് ഞാൻ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. അതിപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാണ് അത് ഈ ഒരു പെണ്ണല്ലാന്ന് ഇങ്ങനെ പറയുന്നത്. ഇവര് രണ്ടുപേരും സെൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും മരിച്ച ആ ഒരു പെണ്ണും വേറെ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് മരിച്ചുപോയ ആ ഒരു പെണ്ണിനെ വീണ്ടും നമുക്ക് സാറാ തന്നെ പറയാം. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത സീനിൽ അങ്ങളുടെ വീടിന്റെ തോട്ടത്തിൽ നിന്നും ഒരു ലെറ്റർ കിട്ടിയതായിട്ട് അവിടെ താമസിക്കുന്ന ആ 2 പയ്യന്മാരുണ്ടല്ലോ വെക്കേഷനായിട്ട് വന്ന അത് ഇവർക്ക് കിട്ടിയതായിട്ട് നമ്മുടെ ലീ ഉണ്ടല്ലോ അസിസ്റ്റന്റ് അവൾക്ക് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. സെങ്ക് എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഇവിടുത്തെ മൂത്ത പെണ്ണിനെ ഒരു ലെറ്റർ അയച്ചല്ലോ, ഞാൻ ഇതേപോലെ ഈ ഒരു ഹോട്ടലിലാണ് 2 മണിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ അയച്ചതിന് ശേഷം ഇവിടുത്തെ മൂത്ത പെണ്ണ് തിരിച്ച് സെന്നിനും ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. നിന്റെ ലെറ്റർ എനിക്ക് കിട്ടി, നിന്നെ കാണുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നീ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ 20-ാം തീയതി നിന്നെ കാണാനായിട്ട് ഞാൻ ആ ഒരു ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ലെറ്ററാണ് ഈ കുട്ടികൾക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടിയത്. ഈ മൂത്ത പെണ്ണ് സെന്നിന് അയച്ച ആ ഒരു ലെറ്റർ അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂത്ത പെണ്ണ് അയച്ച ആ ഒരു ലെറ്റർ ഹോട്ടലിൽ നിന്ന് എങ്ങനെയോ സാറയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സാറയാണെങ്കിൽ ആ ഒരു ലെറ്റർ എടുത്ത് അവളുടെ ആ ഒരു കോട്ടിന്റെ പോക്കറ്റിലും വെച്ചു. അത് കഴിഞ്ഞ് ട്രെയിനിൽ വെച്ചിട്ട് സാറെ ആ ഒരു കൊലയാളി കൊന്നതിന് ശേഷം എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞ് ഈ ഒരു കാട്ടിൽ നിന്ന് വലിച്ചെടുത്ത് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്തായിരിക്കണം അവളുടെ പോക്കറ്റിൽ നിന്ന് ഈ ഒരു ലെറ്റർ വീട്ടുമുറ്റത്ത് വീണിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു കാര്യം ലെറ്റർ കണ്ടത് നമ്മുടെ ഹീറോയിൻ കൂടെയുള്ള ആ ഒരു പോലീസുകാരനോട് ഇങ്ങനെ പറയാണ്. അതേസമയം മാനേജറായിട്ടുള്ള അയാളുടെ മകൻ ഇവിടെ വെക്കേഷനായിട്ട് വന്നല്ലോ, അവന്റെ കൂടെ ആണെങ്കിൽ ആ ഒരു ചൈനക്കാരൻ പയ്യനും ആ ഒരു ചൈനക്കാരൻ പയ്യനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവന്റെ അമ്മ ഇവിടേക്ക് വരികയാണ്. അതുമല്ലാതെ ഈ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് മാനേജറിന്റെ മകനെയും ഇവരോടൊപ്പം തന്നെ ആ ഒരു ചൈനക്കാരൻ പയ്യനോടൊപ്പം തന്നെ പറഞ്ഞു വിടുകയും ചെയ്തു, നീ കുറച്ച് നാൾ അവിടെ പോയി ഇരിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഈ 2 കുട്ടികളെയും ഇവിടേക്ക് വന്ന ആ ഒരു ലേഡി കാറിലേക്ക് വിളിച്ചിരുത്തിയിട്ട് തിരിഞ്ഞ ആ ഒരു വീട്ടിലേക്ക് നോക്കിയിട്ട് ആ ഒരു ലേഡിയും ഒരു വല്ലാത്ത രീതിയിൽ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. ഇവരെന്തിനാണ് ഈ ഒരു വീട് നോക്കി വിഷമിക്കുന്നത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതേ സംശയം തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലിയയ്ക്കും ഉള്ളത്. അതേസമയം പോലീസിനെ കാണിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇപ്പൊ സംശയിക്കുന്നത് ഈ അങ്കിളിന്റെ വീട്ടിലുള്ള ആരോ ഒരാള് സ്വത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നതെന്നാണല്ലോ ഇവരിപ്പോ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ വീട്ടിലുള്ള ഓരോരുത്തരായിട്ട് വിളിച്ചിരുത്തി
കൊല നടന്ന ആ ഒരു സമയത്ത് ആ ഒരു ടൈമിൽ നിങ്ങളെല്ലാവരും എവിടെയാണെന്നുള്ള കാര്യങ്ങൾ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുകയാണ്. രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ മകൻ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവരായാലും പറയും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്. പക്ഷെ നാലാമത്തെ മകനെ ഇതുവരെയും വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. അവനാണെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് ഈ പോലീസുകാരെ എത്ര നേരം പിടിച്ചെടുത്തെന്ന് ആർക്കറിയാം. അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് നമ്മുടെ ലീ ആണെങ്കിലും കഴിക്കാനായിട്ട് ആഹാരമെല്ലാം ഉണ്ടാക്കിയിരുന്നു. അതിൽ കുറച്ചെടുത്ത് കഴിച്ചിട്ട് ഇവന്റെ സമയമാവുന്നതും നാലാമത്തെ മകനും ചോദ്യം ചെയ്യലിനായിട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് വന്നിരുന്നിട്ട് അങ്ങനെ അകത്തേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ പോലീസുകാർ നാലാമത്തെ ആ ഒരു പയ്യനോട് ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇവന്റെ ശരീരം പെട്ടെന്ന് തളർന്ന് ഇവൻ താഴേക്ക് വന്ന് വീഴുന്നു. താഴേക്ക് വന്ന് വീഴുന്നതും നമ്മുടെ ഡോക്ടർ അവിടെ ഉണ്ടല്ലോ, ഡോക്ടർ ഓടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഹേയ് അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എന്താണെന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും നാലാമത്തെ മകൻ ആൾറെഡി മരിച്ചു കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അവൻ കഴിച്ച ആ ഒരു ആഹാരത്തിൽ വിഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം പോലീസിനോട് പറയുമ്പോഴത്തേക്കും ഈ ആഹാരം ഉണ്ടാക്കിയത് നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലീ ആണ്. പക്ഷെ ഈ ഒരു കുടുംബത്തിലെ ഓരോരുത്തരെ കൊന്നിട്ട് അവൾക്കൊന്നും നേടാനില്ല, അതുകൊണ്ട് അവൾ എന്തായാലും ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അങ്ങനെ ഇവിടെ നടന്ന ആ ഒരു കാര്യം ലീ ആണെങ്കിലും വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹീറോയിന് വീണ്ടും തോന്നുന്ന ഒരേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലിയിലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അവസാനമായിട്ടും സ്വത്തെല്ലാം ഒരാളുടെ കയ്യിലേ എത്തത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഫാമിലിയിലെ ഒരാൾ തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് ഹീറോയിൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. അതേസമയം വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നാലാമത്തെ പയ്യൻ മരിച്ച ആ ഒരു കാര്യം അറിയുന്നതും ഇവരുടെ എല്ലാവരും അച്ഛനുണ്ടല്ലോ അയാൾക്ക് ഇതത് കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അയാളുടെ ശാരീരിക നിലയായാലും വളരെ മോശമാവുന്നതും എന്തായാലും ഇവിടെ വെച്ച് നോക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടാന്ന് പറഞ്ഞ് ആ ഡോക്ടർ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് ആ അങ്കിളിനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ആംബുലൻസ് പോയതും നമ്മുടെ ഡോക്ടറും ലീയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ഡോക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ തന്റെ കയ്യിലുള്ള സിഗരറ്റ് എടുത്തിട്ട് അതിന്റെ എൻഡ് കയ്യിൽ വെച്ച് രണ്ട് തട്ടും തട്ടി സ്റ്റൈലായിട്ട് എടുത്ത് വായിൽ വെച്ച് അത് വലിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് അടുത്ത് നിന്ന് കാണുന്നത് നമ്മുടെ ലീയ. അല്ല അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ, നിങ്ങൾ ഇവിടെ നിൽക്കല്ലേ, ആശുപത്രിയിലേക്ക് പോകേണ്ടത് ചോദിക്കുമ്പോൾ നീ വിഷമിക്കൊന്നും വേണ്ട, അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, വെളിയിൽ നിന്ന് കാണുമ്പോഴേ ഉള്ളൂ ഇത്രയും പ്രശ്നം, ഉള്ളിൽ അയാൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അടുത്ത ഒരു ടെസ്റ്റ്. ഈ ഒരു മൂവിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റ് ആണ് ഇനി വരാൻ പോകുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോൾ അങ്കിളുടെ വീട്ടിൽ നിന്നും ചൈനക്കാരൻ പയ്യനെ വിളിച്ചോണ്ട് പോകാനായിട്ട് അവന്റെ അമ്മ വന്നിരുന്നല്ലോ. ആ ഒരു സ്ത്രീ ഇപ്പോ ഏതോ ഒരു ബാറിലിരുന്ന് വളരെ വിഷമിച്ചിട്ട് അങ്കിളുടെ വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കും. അപ്പൊ ഫോൺ എടുക്കുന്നത് നമ്മുടെ ലീ ആണ്. അപ്പൊ ലിയ ചോദിക്കും അല്ല നിങ്ങൾ ആരാ, എന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് അല്ല വേറൊന്നുമല്ല, ഒരുപാട് നാളായിട്ട് സെങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ പറ്റി എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും പറയുന്ന ആ ഒരു സെങ്ക് അത് ഞാനാണെന്ന് ഇങ്ങനെ പറയുന്നതും ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നതും യഥാർത്ഥ സെങ്കിനെ വിളിച്ച് ഇവര് ചോദ്യം ചെയ്യാൻ തുടങ്ങും. അങ്കിളിന്റെ മൂത്ത പയ്യൻ അവൻ എങ്ങനെയാണ് ചൈനയിൽ വെച്ച് മരിച്ചുപോയത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് ചൈനയിൽ ആ ഒരു ഫാക്ടറിയിൽ മൂത്ത പയ്യനായിരുന്നു ചെയർമാനായിട്ട് ഇരുന്നത്, പക്ഷേ ബിസിനസ്സിൽ വലിയ രീതിയിൽ മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അങ്കിൾ ശ്രമിച്ചു. ആ ഒരു വിഷമത്തിലെ ഒരു ദിവസം എന്നെയും കൂട്ടി കാറിലിരുന്ന് നല്ല രീതിയിൽ മദ്യവെച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിയന്ത്രണം ഇല്ലാതെ ഒരിടത്തേക്ക് കൊണ്ടുവന്ന് ഇടിക്കുകയും ചെയ്തു. ആ ഒരു ആക്സിഡന്റിൽ എനിക്കൊന്നും സംഭവിച്ചിരുന്നില്ല, പക്ഷേ ആ ഒരു മൂത്ത പയ്യൻ മരിക്കുകയാണ് ചെയ്തിരുന്നത്. അതേസമയം തന്നെ സെങ്കിന് വയറിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു കുഞ്ഞാണെങ്കിൽ ഈ ഒരു അപകടത്തിൽ തന്നെ വയറിനുള്ളിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അതിനുശേഷം തന്റെ ഭർത്താവിന്റെ ആ ഒരു ഓർമ്മകൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് ഇവിടേക്ക് വന്ന് താമസിക്കായിരുന്നു. അതുമല്ല ഇവിടേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. അതുമല്ല ഇവിടെയാണെങ്കിൽ അവൾക്ക് പുതുതായിട്ടൊരു ഹസ്ബൻഡും ഉണ്ട്, അതിലൊരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടിയാണ് ഇവൾ ആ ഒരു വീട്ടിലേക്ക് നേരത്തെ വിളിക്കാൻ വന്നതും. അപ്പോ ഇവർക്ക് ഈ ഒരു വീടുമായിട്ടും വലിയ രീതിയിൽ ബന്ധമൊന്നുമില്ല, ആ ഒരു കാര്യങ്ങളെല്ലാം അന്നേ കഴിഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ഹീറോയിൻ ചോദിക്കും ഓക്കെ അതല്ല ശരി, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നു, നിങ്ങൾ അവിടുത്തെ മൂത്ത പെണ്ണിന് എന്തെങ്കിലും ലെറ്റർ അയച്ചിരുന്നു, പകരത്തിന് അവർ നിങ്ങൾക്ക് ലെറ്റർ അയച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ സെൻ ഇതേപോലെ ഒരു ലെറ്ററും ആ ഒരു മൂത്ത പെണ്ണിന് അയച്ചിട്ടില്ല. പറഞ്ഞു വരുമ്പോഴത്തേക്ക് സെൻ ആ ഒരു ഹോട്ടലിൽ പോലും താമസിച്ചിട്ടില്ല. അതുമല്ലാതെ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഇവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്ത്രീയെ നിങ്ങൾ എവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അവൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ താമസിച്ചിരുന്നത് സെൻ അല്ല, മരിച്ചുപോയ സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണായിരുന്നു. അതുമല്ല സാറയെ കൊന്നിട്ട് സെന്നിന്റെ പേരെന്തിനാ ഇതിനിടയ്ക്ക് വലിച്ചടയ്ക്കുന്നത് എന്ന് നമ്മുടെ ഹീറോയിൻ വീണ്ടും തല പുകഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ് അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് അങ്കിളിന്റെ മൂന്നാമത്തെ മകനുണ്ടല്ലോ, അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മരുന്ന് കഴിക്കുന്ന ശീലമുണ്ട്, എന്തോ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടാണ്. വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആ ഒരു മരുന്ന് വാങ്ങി കഴിക്കും. ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇവരുടെ ഫാമിലി ഡോക്ടർ ഉണ്ടല്ലോ അങ്കിളിനെ എല്ലാം നോക്കുന്ന ആ ഒരു ഡോക്ടറാണ് ഇവന് വേണ്ടിയിട്ടുള്ള മരുന്ന് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മൂന്നാമത്തെ മകന്റെ ഓഫീസിലേക്ക് ഡോക്ടർ അയച്ചു കൊടുക്കുന്ന ആ ഒരു മരുന്ന് ഇങ്ങനെ വരുന്നതും ഇവൻ അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് ഇങ്ങനെ കഴിക്കുന്നതേ ഓർമ്മയുള്ളൂ. പിന്നീട് കാണിക്കുമ്പോൾ മരുന്ന് കഴിച്ച അടുത്ത സെക്കൻഡ് തന്നെ അവരും രക്തം ഛർദ്ദിച്ച് അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മരുന്ന് മാറ്റിയാണ് അയച്ചിട്ടുള്ളത്. പക്ഷെ അത് അയച്ചത് നമ്മുടെ ഡോക്ടറല്ല. ഡോക്ടർ ഈ ഒരു കുടുംബത്തിലുള്ള ആർക്ക് മരുന്ന് അയച്ചാലും ഡോക്ടറിന്റെ സൈൻ അതിൽ എഴുതിയിട്ടായിരിക്കും ഇവർക്ക് അയച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന ആ ഒരു മരുന്ന് കവറിൽ അതിൽ ഡോക്ടറിന്റെ പേര് പ്രിന്റ് അടിച്ചാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് മൂത്ത പെണ്ണിനും സെൻ അയച്ചതുപോലെ ഒരു ലെറ്റർ വന്നിരുന്നല്ലോ, ആ ഒരു ലെറ്ററിൽ കൈകൊണ്ടല്ലേ എഴുതിയിട്ടുള്ളത്, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തതുപോലെ തന്നെയാണ് എല്ലാ ലെറ്ററുകളും ഉണ്ടായിരുന്നത്.
അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഒരിക്കലും ഈ ഒരു മരുന്ന് വായിച്ചിട്ടില്ല. അതേപോലെ തന്നെ സാറേനെ 4ാമത്തെ പയ്യനെ കൊന്ന അതേ കില്ലർ തന്നെയാണ് 3ാമത്തെ പയ്യനെ കൊല്ലാനായിട്ടുള്ള ഈ ഒരു മരുന്നും അയച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലായി. അതേസമയം നമ്മുടെ ഡോക്ടറിനെ കാണിക്കുമ്പോഴത്തേക്കും ഡോക്ടറാണെങ്കിൽ ഇപ്പോൾ കുറ്റബോധം, കാരണം തന്റെ പേര് വെച്ചിട്ട് ഏതോ ഒരുത്തൻ താൻ ജോലി ചെയ്യുന്ന ആ ഒരു ഫാമിലിയിലുള്ള ഓരോരുത്തരെ കൊല്ലുന്നെന്ന് മനസ്സിലാക്കിയ ഡോക്ടറിന് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിൽ ഡോക്ടർ ഈ ഒരു വീട് വിട്ട് പോകുന്നതും ഡോക്ടർ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഈ ഒരു കാര്യം ഫാമിലിയിലുള്ള എല്ലാവരോടും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കാർക്കും അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ മൂത്ത പെണ്ണിനാണ് അത്രയും വിഷമം, കാരണം അവളാണല്ലോ ഡോക്ടറിനെ വൺ സൈഡായിട്ട് സ്നേഹിക്കുന്നത്. അപ്പൊ ആ ഒരു മൂത്ത പെണ്ണായാലും ഡോക്ടറിനെ മാറ്റി നിർത്തിയിട്ട് അല്ല എനിക്ക് വേണ്ടിയെങ്കിലും ഇവിടെ നിന്നുടനെ ചോദിക്കുമ്പോൾ എന്തായാലും എന്നെ കൊണ്ട് കഴിയത്തില്ല, നിന്റെ 2 സഹോദരന്മാരെയും എന്റെ പേര് വെച്ചിട്ടാണ് ഒരാൾ കൊന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. അതുമല്ല പോകുന്നതിന് മുന്നേ നിനക്ക് ഈ ഒരു കാര്യം തരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ യൂസ് ചെയ്തിരുന്ന ഒരു സ്വർണവും അങ്ങനെ എന്തോന്നാണ് അത് ഈ ഒരു മൂത്ത പെണ്ണിനെ ഇങ്ങനെ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൂത്ത പെണ്ണ് ഡോക്ടറിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഡോക്ടറും അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കാലം അത് പറയാതിരുന്നതാണ്. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കേൾക്കുന്നതും അവൾക്കാണെങ്കിൽ നല്ല വിഷമമായിട്ട് അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് അവനോട് ചോദിക്കും, അല്ല മരിച്ച സാർ ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്നല്ലോ, അവളെ കാണാനായിട്ട് ഹോട്ടലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നീ അന്വേഷിച്ചോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇടയ്ക്കിടയ്ക്ക് സാറയെ കാണാനായിട്ട് ഒരാൾ ഹോട്ടലിലേക്ക് വരുമായിരുന്നു. പക്ഷെ അത് ആരാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, കാരണം അധികമായിട്ടും അവനെ ആ ഒരു ഹോട്ടലിൽ ആരും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ആ ഒരു പോലീസുകാരൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും ആ ഒരു പോലീസുകാരനും ആൾറെഡി തന്നെ മനസ്സിലായിരുന്നു കില്ലർ എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കുമെന്ന്. അതുപോലെ ഇപ്പോഴാണെങ്കിലും നമ്മുടെ അങ്കിളിന്റെ കുടുംബത്തിലുള്ളത് അങ്കിള്, മാനേജര്, അയാളുടെ 2ാമത്തെ മകനും. അതുമല്ല അങ്കിളാണെങ്കിൽ വീൽ ചെയറിലല്ലേ, അപ്പൊ അങ്കിളിനെ കൊണ്ട് എങ്ങനെ കൊല്ലാൻ കഴിയും? അതുമല്ല ഡോക്ടർ ആണെങ്കിൽ ഒരു സീനിൽ പറയുകയും ചെയ്തു പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ളൂ അങ്കിൾ അങ്ങനെ, പക്ഷെ ഉള്ളില് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്ന്. അതുകൊണ്ട് അങ്കിളായിരിക്കാനും ഒരുപക്ഷെ ചാൻസ് ഉണ്ടെന്നല്ല, പല രീതിയിൽ പല ആളുകളെയും ഇവരിങ്ങനെ സംശയിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ശരി ഇനിയിപ്പോ കളത്തിലിറങ്ങി നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ നേരെ സാറ താമസിച്ചിരുന്ന ആ ഒരു ഹോട്ടലിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരു ലേഡിയെ കണ്ടിട്ട് ഇതേപോലെ ഡിറ്റക്റ്റീവാണ്, കേസിന്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ടല്ല ഇവിടേക്ക് വരുന്നത്, സാറുടെ സുഹൃത്ത് എന്നുള്ള രീതിയിലാണ് ഇവിടേക്ക് വന്നിട്ട് അവരോട് പതിയെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവരൊരു കാര്യം പറയുന്നത്, ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് സാറയെ കാണാനായിട്ട് ഒരാൾ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു, അത് വേറെ ആരുമല്ല മരിച്ചുപോയ സാറയുടെ ഭർത്താവാണ്. അതുമല്ല എപ്പോഴും ഒരു തൊപ്പി വെച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് പാതി മുഖം മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ, പൂർണ്ണമായിട്ട് എനിക്ക് അയാൾ ആരാണെന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഹീറോയിൻ പറയും, ഓ അങ്ങനെയാണല്ലേ, എന്റെ ഫ്രണ്ട് സാറ പറഞ്ഞിരുന്നു അവളുടെ ഭർത്താവിനെ ഒരു ദിവസം എന്നെ കാണിക്കാന്ന്, പക്ഷെ എനിക്കന്ന് വരാൻ കഴിഞ്ഞില്ല. അല്ല നിങ്ങൾ പറ എങ്ങനെയായിരുന്നു അയാളെ കാണാനായിട്ട്, സ്പെഷ്യലായിട്ട് അയാളെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും തോന്നിയിരുന്നോ എന്നല്ല എന്നെ ചോദിക്കുമ്പോൾ ആ ഒരു ബാർ ലേഡി പറയും, ഒരു പ്രത്യേകതരം മാനറിസം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയിൻ നേരെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലീയെ വിളിച്ചിട്ട് ഏതോ ഒരു കാര്യം ചോദിച്ച് കൺഫേം ചെയ്യുന്നതും അന്ന് രാത്രിയാകുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് അവളുടെ അമ്മായിയമ്മേനെ കൂട്ടിയിട്ട് നേരെ ഈ ഒരു അങ്കിളിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മുടെ ലീയുടെ സ്വന്തക്കാർ എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരും ഈ ഒരു വീട്ടിലേക്ക് വരുന്നത്. അതുമല്ല വീടിനകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ തന്റെ അമ്മായിയമ്മയോട് ഹീറോയിൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, അകത്ത് കയറി കഴിഞ്ഞാൽ റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകണം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് രണ്ടുപേരും അകത്തേക്ക് വരുന്നത്. അതുമല്ല ഇന്നാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഇവിടെ നിന്ന് പോകാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ ഡോക്ടറിനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതിലൊരു പാർട്ടിയല്ലേ ഇവർ ആഘോഷിക്കാൻ പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടറിനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പാർട്ടിയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നതാരാണെന്ന് വെച്ചാൽ ആ ഒരു മൂത്ത പെണ്ണ്. പക്ഷെ ഇതുവരെ നമ്മുടെ ഡോക്ടർ ഇവിടേക്ക് വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആ ഒരു മുത്തശ്ശി നേരെ അകത്തേക്ക് കയറുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹീറോയിൻ പറഞ്ഞതുപോലെ ആ ഒരു മുത്തശ്ശി ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഇവരോടെല്ലാം പറഞ്ഞ് നേരെ ബാത്റൂമിനകത്തേക്ക് പോകുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡോക്ടറും ഈ ഒരു വീടിനകത്തേക്ക് വരികയാണ്. ഡോക്ടർ വരുമ്പോഴത്തേക്കും ഡോക്ടറിന്റെ സർപ്രൈസും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഡോക്ടറിന്റെ ജന്മനാളും കൂടിയാണ്, അതും കൂടിയാണ് ഇവർ ആഘോഷിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് ടേബിളിനടുത്തേക്ക് ഇരുന്ന് ആഹാരം എല്ലാം കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മീൻ മുള്ള അവളുടെ തൊണ്ടയിൽ കൊടുക്കുന്നു. അങ്ങനെ ഹീറോയിൻ ആയാലും വല്ലാതിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഡോക്ടർ പറയും, ഞാനുള്ളപ്പോ ഇങ്ങനൊരു കുഴപ്പം എന്തായാലും ഞാൻ തന്നെ നോക്കാന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചിട്ട് ജനാലയുടെ അടുത്തേക്ക് പോയി അവളുടെ തൊണ്ടയിലെ മുള്ള എവിടെയാണെന്ന് ഒരു ടോർച്ച് അടിച്ചിങ്ങനെ നോക്കാണ്. അതുമല്ല ഡോക്ടർ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തൊണ്ടയുടെ പല ഭാഗങ്ങളിൽ കൈ വെച്ചിങ്ങനെ അമർത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ബാത്റൂമിലേക്ക് പോയ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, അവര് പെട്ടെന്ന് ഇവിടേക്ക് തിരിച്ചു വരുന്നതും ഇവിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒന്നൊന്നര ടെസ്റ്റ് വരാൻ പോകുന്നത്. നമ്മുടെ ഹീറോയിന്റെ തൊണ്ടയിൽ എവിടെയാണ് മുള്ളെന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഹീറോയിന്റെ കഴുത്തിൽ കൈ വെച്ചിങ്ങനെ പ്രസ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു കാര്യം വന്ന് നമ്മുടെ മുത്തശ്ശി കാണുന്നതും ഡോക്ടറിന്റെ പുറകു ഭാഗം മാത്രമാണ് നമ്മുടെ മുത്തശ്ശി കാണുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു കില്ലറ് സാറയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ആ ഒരു കാര്യം മുത്തശ്ശി കണ്ടിരുന്നല്ലോ, അതേ കാര്യം നമ്മുടെ മുത്തശ്ശിക്ക് ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് കൈ ചൂണ്ടി നീയല്ലേ ട്രെയിനിൽ വെച്ചിട്ട് ആ ഒരു പെണ്ണിനെ കഴുത്ത് ഞെരിച്ച് കൊന്നത് എന്നെല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങ് പറയുകയും ചെയ്യുന്നു.
അപ്പോൾ എന്തായാലും നമ്മുടെ മുത്തശ്ശി പറഞ്ഞത് ശരി തന്നെയാണ്. ഇതാണ് ട്രെയിനിൽ വെച്ച് സാറ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ കൊന്ന കില്ലർ. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മുത്തശ്ശിയുടെ വായിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഇതേപോലെ ഒരു ഡ്രാമ കളിച്ച് മുത്തശ്ശിയെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ കഴുത്തിൽ ഇതേപോലെ മുള്ളൊന്നും കയറിയിട്ടില്ല. അവൾ ഇതേപോലെ ആക്ട് ചെയ്തതാണ്. കാരണം മുത്തശ്ശി ഇതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം, അന്ന് സംഭവിച്ച ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന്. ആ ഒരു ഉറപ്പ് നമ്മുടെ ഹീറോയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് ഡോക്ടർ പെട്ടെന്ന്, ഹേയ് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ആരും പോലും അറിയാത്ത ഒരു പെണ്ണിനെ ഞാനിതിന് കൊല്ലണം, ഞാനൊന്നും ആ ഒരു പെണ്ണിനെ കൊന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, ഓക്കെ ഓക്കെ, ഞങ്ങൾക്കെല്ലാവർക്കും അത് ആരാണെന്ന് അറിയത്തില്ല, പക്ഷേ നിനക്കത് ആരാണെന്ന് നല്ലതുപോലെ തന്നെ അറിയാം. കാരണം അവള് നിന്റെ ഭാര്യയാണ്. ഇനിയും എന്തിനാ കള്ളം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേ, നിന്നെ പിടിച്ചോണ്ട് പോകാനായിട്ട് പോലീസ് വരെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവരോടൊപ്പം പോയെ എന്നിങ്ങനെ പറയുന്നതും പോലീസ് ആണെങ്കിൽ നമ്മുടെ ഡോക്ടറിനെ പിടിച്ചിട്ട് പതിയെ വെളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഡോക്ടർ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അവനും സമ്മതിക്കുന്നത്. ഡോക്ടർ 2 വർഷങ്ങൾക്ക് മുന്നേ ചൈനയിലായിരുന്നു. ആ ഒരു സമയത്താണ് സാറെ അവിടെ വെച്ച് കണ്ടുമുട്ടി രണ്ടുപേരും കല്യാണം കഴിച്ചതും. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു നല്ല സ്ത്രീ അല്ല എന്ന് ഡോക്ടറിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻ അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ ഡോക്ടർ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടും സാറയാണെങ്കിൽ ഒരിക്കലും അതിന് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സാറയെ ഡോക്ടർ കൊന്നത്. അങ്ങനെ താഴെ ഈ ഒരു കാര്യം പോലീസിനോട് ഡോക്ടർ ഇങ്ങനെ പറയുന്നത്, മുകളിൽ നമ്മുടെ ഹീറോയിൻ ഡോക്ടറാണ് കൊലയാളിയെന്ന് ഹീറോയിൻ എങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം ഇവരോട് ഇങ്ങനെ പറയാണ്. ആ ഹോട്ടലിലെ ബാർ ലേഡി ഉണ്ടല്ലോ, അവര് പറഞ്ഞിരുന്നല്ലോ ആ ഒരാൾക്കൊരു പ്രത്യേക മാനറസ് ഉണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാല് ഇതേപോലെ ആ ഒരു സിഗരറ്റ് വലിക്കുന്നതിന് മുന്നേ അത് വെച്ചിട്ട് കയ്യിൽ 2 തവണ ഇങ്ങനെ തട്ടി ഒരു പ്രത്യേക രീതിയിൽ വായിലേക്ക് വെച്ചിട്ടാണ് ആ ഒരു സിഗരറ്റ് കത്തിക്കുന്നത് തന്നെ. ഇതേ കാര്യമാണ് നമ്മുടെ ഹീറോയിൻ ലിയനെ വിളിച്ചും ചോദിക്കുന്നത്. അപ്പോൾ ലിയയും കണ്ടിരുന്നു ഇതിനു മുന്നേ ആ ഒരു അങ്കിളിനെ ആംബുലൻസിൽ കൊണ്ടുപോയതിനു ശേഷം ഈ ഒരു ഡോക്ടർ അതേപോലെ സിഗരറ്റ് വെച്ച് തട്ടിയിട്ട് വലിക്കുന്നത്. അതാണ് ഹീറോയിൻ ലിയയെ വിളിച്ച് ഇങ്ങനെ കൺഫേം ചെയ്തത്. അവന്റെ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ഒരു ട്രെയിനിൽ വെച്ചിട്ട് അവളെ കൊല്ലുകയും ചെയ്തു. അതുമല്ല ഇത് തന്റെ ഭാര്യയാണെന്ന് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 10-15 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു മൂത്ത പയ്യൻ അവന്റെ സഹോദരിക്ക് ഒരു ലെറ്റർ അയച്ചിരുന്നല്ലോ, സെങ് എന്ന് പറഞ്ഞൊരു പെണ്ണുമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നെന്നെല്ലാം പറഞ്ഞിട്ട്. ആ ഒരു ലെറ്ററിനെ പറ്റി അറിയാവുന്നത് നമ്മുടെ ഡോക്ടറിനും അതേപോലെ തന്നെ മൂത്ത പെണ്ണിനും മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു കേസ് മറ്റൊരു രീതിയിൽ തിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് സെങ് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ പേരിൽ ഈ ഡോക്ടർ ഇതേപോലെ ലെറ്റർ എഴുതി മറ്റൊരു നാടകം ഇവിടെ കളിച്ചത്. ഇതല്ലാതെ 4ാമത്തെ മകൻ കഴിച്ചിരുന്ന ആഹാരത്തിൽ ഈ വിഷം കലർത്തിയിരുന്നല്ലോ, ആ ഒരു വിഷം കലർത്തിയത് നമ്മുടെ ഡോക്ടർ തന്നെയാണ്. അതേപോലെ തന്നെ 3ാമത്തെ ഒരുത്തൻ അവന് കൊടുക്കുന്ന ആ ഒരു മരുന്ന് മാറ്റി അയച്ചതും നമ്മുടെ ഡോക്ടർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നു കഴിഞ്ഞാൽ അവസാനം ആ ഒരു മൂത്ത മകളെ എന്തായാലും ഡോക്ടറിന് കല്യാണം കഴിക്കാൻ കഴിയും. അതോടെ ഈ ഒരു സ്വത്തെല്ലാം ഡോക്ടറിന് കൂടി അവകാശപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇങ്ങനെ ഒരു കാര്യം കൂടി പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോയിൻ എല്ലാവരോടും പറയുമ്പോഴത്തേക്കും താൻ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളെയാണ് സ്നേഹിച്ചതെന്ന് ആലോചിച്ച് ആ ഒരു മൂത്ത മകളാണെങ്കിലും നല്ല രീതിയിൽ വിഷമിക്കുന്നു. അതുമല്ല തന്റെ മകൾക്കാണെങ്കിലും നല്ലൊരു ജീവിതം കിട്ടാത്തത് കൊണ്ടാണ് ഇതുപോലെ ഒരാളെ സ്നേഹിച്ചതെന്ന് വിഷമിച്ച് ആ ഒരു വീട്ടിലെ അങ്കിളും നല്ല രീതിയിൽ കരയുകയും ചെയ്യുന്നു. അവസാനം ഈ ഒരു കേസ് നമ്മുടെ ഹീറോയിൻ അവസാനിപ്പിച്ചു. അവളുടെ അമ്മായിയമ്മ പറഞ്ഞത് ഒരിക്കലും കള്ളമല്ല എന്നുള്ള കാര്യം എല്ലാവരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു. അതോടെ ഇവരിവിടെ നിന്ന് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.